of sin 5x dx. Cos 5x negative cos 5x by 2 by 5 by 5. ശരി. Then integral of tan 2x, integral of tan 2x, and the alternate integral of tan 2x. Sec square 2x by 2. Very good. 6 square 2x by 2. Okay. Integral of x raised to 6. Anwar, integral of x raised to 6. Video on എല്ലാവരും വീഡിയോ on കേട്ടോ. x raised to 7 by x 7 by 7. X raised to 7 by 7. X raised to 7 by 7. ശരി. Integral of 1 by x. Integral of 1 by x എന്താണ്? ഹാഫിസ് Log x raised to minus 4. Log x raised to minus 1. log x raised to minus 1. Log 1 by x. Anna ഹാഫിസ് integral of 1 by x dx. കിട്ടുന്നോട്ടെ. Allah Hafiz. Then integral of e raised to x. Adil Muhammad, integral of e raised to x. e raised to x. E raised to x ന്റെ ഇന്റഗ്രൽ e raised to x തന്നെ വരും കേട്ടോ. e raised to x ന്റെ ഇന്റഗ്രൽ e raised to x തന്നെ വരും. Then integral of x raised to 5 by 2. Integral of x raised to 5 by 2. Salim, integral of x raised to 5 by 2. Sir, x raised to 5 by x raised to x raised to 5 by 2 plus 1 by 5 by 2 plus 1. എത്ര 5 by 2 plus 1? X raised to 7 by 7. X raised to 7 by 7. 7 by 7. 7 by 7 എന്ന് പറഞ്ഞാൽ x അല്ലടാ. X raised to 5 by 2 plus 1, 7 by 5 by 2 plus 1 അല്ലേ? 7 by എന്തൊക്കെയാ സാഹിബ് നീ പറയണേ? 7 by 5 by 2 plus 1. ഇത് ഫൈനൽ പറഞ്ഞാൽ മതി. എക്സിന്റെ പവർ എത്രയാണ് ഞാൻ എഴുതേണ്ടത്? ഫൈനൽ ആൻസർ എക്സിന്റെ പവർ എത്ര എഴുതണം? 7 അല്ല. അസ്ലം 7 by 2. X raised to 7 by 2 തീർന്നോ? By 7 by 2. X raised to 7 by 2 by 7 by 2. Integral of log x. Integral of log x കിട്ടിയില്ലല്ലോ. ചന്ദന, integral of log x. Sorry, integral of 1 by x. Integral of 1 by x. Log modulus of x plus x. Log modulus of x plus x. എట్ലാ? x. x. Log mod x plus x. അല്ല.
ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ശരി ശരി, ബുക്ക് എടുത്തോ. നമ്മൾ രണ്ടാമത്തെ കേസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എവിടം വരെ പറഞ്ഞു ജെസ്സിയ? രണ്ടാമത്തെ കേസിനകത്ത് എക്സാമ്പിൾ തന്നേക്കുവായിരുന്നു, എന്താ ചെയ്യാന്ന് പറഞ്ഞു. എക്സാമ്പിൾ ചെയ്തില്ല? ഇല്ല, ക്വസ്റ്റ്യൻ മാത്രമേ തന്നോളൂ. ശരി, അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ബൈ ഇന്റഗ്രൽ ഓഫ്, രണ്ടാമത്തെ ടൈപ്പ് ഇതായിട്ട് പിള്ളേരെ, ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ബൈ എഫ് ഓഫ് എക്സ്. ചുരുക്കി പറഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും മുകളിൽ വരുന്നത്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് കേട്ടോ. ക്വസ്റ്റിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്തു പോകാൻ പറ്റണം കേട്ടോ. കാരണം പ്രോബ്ലം കുറച്ച് കഴിയുമ്പോൾ പ്രോബ്ലത്തിന്റെ ലെങ്ത് കൂടും, വലിയ പ്രോബ്ലംസ് വരും. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ ചെയ്യാം, അപ്പൊ പ്രോബ്ലത്തിന്റെ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇങ്ങനത്തേക്ക് നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ശീലിക്കുന്നത് കേട്ടോ. ക്വസ്റ്റിന്റെ സ്റ്റൈൽ ഇതാണ്, ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ബൈ എഫ് ഓഫ് എക്സ്. അതായത് താഴത്തെ ഡെറിവേറ്റീവ് ആയിരിക്കും ഉള്ളത്, വേറൊന്നുമില്ല, താഴത്തെ ഡെറിവേറ്റീവ് ആയിരിക്കും ഉള്ളത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ സബ്സ്റ്റിറ്റ്യൂഷൻ ടി ആണ് കേട്ടോ. എഫ് ഓഫ് എക്സിന് ടി എന്ന് കൊടുക്കും. അത് ഇന്നലെ പറഞ്ഞാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്ത് ചെയ്യും. ആൻസർ കിട്ടുന്നത് ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ലോഗ് ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇത് എഴുതിയിട്ടില്ലേ? ആ റിസൾട്ട് ബോക്സിലേക്ക് വെച്ചിട്ടോ. അത് ബൈ ഹാർട്ട് ആൻഡ് റിസൾട്ട് ആണ്. ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ? ഇന്റഗ്രൽ ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഞാൻ ചെയ്യാം. ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണം കേട്ടോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവണം. താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കൊടുക്കണേന്ന്. എന്താ 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്? 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ സുഫിനെ? സുഫിൻ, 1 പ്ലസ് എക്സ് സ്ക്വയർ. 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാമോ? ഇല്ല. ശരി, പേരെഴുതി വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും. 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ ആൽഡ്രിനെ? 2x. 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ആ 2x അല്ലേ മുകളിൽ നോക്കി, താഴത്തിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്റർ ഒറ്റയടിക്ക് എഴുതാൻ വേണമെങ്കിൽ ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ ഞാൻ തൽക്കാലം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യുന്നു കേട്ടോ. ടി ഈക്വൽ ടു ഡിനോമിനേറ്ററിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ടി ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കും. ടി ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഞാൻ ചെയ്യാൻ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ഡി ടി ബൈ ഡി എക്സ്, ഡി ടി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് 1 0 എക്സ് സ്ക്വയറിന്റെ 2x. അപ്പോൾ ഡി ടി ഈക്വൽ ടു 2x dx എന്ന് വരും. ഇത്ര സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ബിക്കം ഇന്റഗ്രൽ ദ ന്യൂമറേറ്റർ 2x dx dt ആയി. 2x dx dt താഴെ 1 പ്ലസ് എക്സ് സ്ക്വയർ ടി യു ആയി. ഇന്റഗ്രൽ ഡി ടി ബൈ ടി എന്നായി. ഇത് നമുക്ക് അറിയാവുന്ന റിസൾട്ടാ. ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി എക്സ് വെച്ച് അറിയാവുന്നേ ഉള്ളൂ. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് നമുക്കറിയാം. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് എന്തായാലും മോനെ? ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് അറിയില്ല. ശരി, എടാ താമസിച്ചു വന്നാലും ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് എന്താ കൈലാസ? ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് അറിയില്ല. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് മേഘ
ഇന്റഗ്രൽ ലോഗ് എക്സ് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. കേൾക്കാമുള്ള മേഘ വല്ലപ്പോഴൊക്കെ കേൾക്കാമുള്ളൂ, രക്ഷയില്ല. എന്താ ഫൈസേ? ലോഗ് മോഡ് എക്സ് ആണ്. ലോഗ് മോഡ് എക്സ്. അപ്പൊ ഡി ടി ബൈ ടി ആകുമ്പോഴോ? ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി ആകുമ്പോൾ ലോഗ് മോഡ് ടി. ലോഗ് മോഡ് ടി പ്ലസ് സി. ഇത് ടിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ലോഗ് മോഡ് ഇവിടെ ടി എന്തായിരുന്നു? 1 + x². 1 + x² പ്ലസ് സി. ഞാൻ പറഞ്ഞത് ഒറ്റയടിക്ക് ആൻസർ എഴുതാം കേട്ടോ. ഇവിടെ നോക്കി, അങ്ങനെ ഇപ്പൊ തൽക്കാലം ശീലിക്കണമെന്നില്ല, നമ്മളിത് പിന്നെ ശീലിക്കണം. ഇന്റഗ്രൽ ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ലേ എടുക്കണത്? 2x dx by 1 + x². നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നത്. താഴത്തേന്റെ ഡെറിവേറ്റീവ് 1ന്റെ ഡെറിവേറ്റീവ് 0, x²ന്റെ 2x. അപ്പൊ താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാം. ലോഗ് മോഡ് 1 + x² പ്ലസ് സി എന്ന് ഒറ്റയടിക്ക് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ആൻസർ അതായിരിക്കും. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്. എഴുതിക്കോ. അടുത്ത എക്സാമ്പിൾ കേട്ടോ. എക്സാമ്പിൾ അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയാം, അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവാലുവേറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. ഇവാലുവേറ്റ് ഇന്റഗ്രൽ tan x dx. ഇവാലുവേറ്റ് ഇന്റഗ്രൽ tan x dx. നമ്മള് ഡെറിവേറ്റീവ് പഠിച്ചപ്പോൾ 6 ട്രിഗണോമെട്രി ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്. നേരെ ഇന്റഗ്രൽ എഴുതിയപ്പോൾ 6 ഇന്റഗ്രൽ എഴുതിയിട്ടില്ല കേട്ടോ. 2 ഇന്റഗ്രൽ എഴുതിയിട്ടുള്ളൂ റിസൾട്ടിനകത്ത്. ഒന്ന് മറച്ചു നോക്കിയ റിസൾട്ടിലേക്ക്. ഇന്റഗ്രൽ ഓഫ് tan x അവിടെ ഉണ്ടോ നോക്കി. നമ്മൾ എഴുതിയ റിസൾട്ടിനകത്ത് ഇന്റഗ്രൽ ഓഫ് tan x ഉണ്ടോ? ഉണ്ടോ അവിടെ? ഇന്റഗ്രൽ ഓഫ് tan x ഏതിന്റെയൊക്കെയാ ഉള്ളത് അവിടെ? ഏതൊക്കെ ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഇന്റഗ്രലാണ് ഉള്ളത്? ഏതിന്റെയൊക്കെയാ ബേസിൽ എവിടെ ഉള്ളത്? നമ്മൾ റിസൾട്ട് എഴുതിയതിനകത്ത് ഏതൊക്കെ ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഉണ്ട്? കോസും സൈനും. വേറെ 4 ഇല്ലല്ലോ. ടാൻ ഉണ്ടോ? ഇന്റഗ്രൽ ഓഫ് tan x ഉണ്ടോ? ഇല്ല. ഇന്റഗ്രൽ ഓഫ് cot x? ഇന്റഗ്രൽ ഓഫ് cosec x ഉണ്ടോ? ഇല്ല. cosec സ്ക്വയർ ഉള്ളത്. ഇന്റഗ്രൽ ഓഫ് cot x ഇല്ല, cosec ഇല്ല, sec ഇല്ലല്ലോ. ഇല്ല. ആകപ്പാട് ഇന്റഗ്രൽ ഓഫ് സൈനും കോസും കേട്ടോ. ബാക്കി 4 ഇനി വരുന്നത്. അത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പഠിക്കാത്തത് കേട്ടോ. ഈ പഠിക്കുന്ന റിസൾട്ടുകളും ബൈഹാർട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ റിസൾട്ടുകളും ബൈഹാർട്ട് ചെയ്യാൻ ഉള്ള റിസൾട്ടുകൾ തന്നെയാണ്. ഇന്റഗ്രൽ ഓഫ് tan x dx എങ്ങനെ ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് tan x dx എത്രയാന്ന് കണ്ടുപിടിക്കണം. ഇതൊക്കെ എങ്ങനെയാ ചെയ്യണേന്ന് അറിയണം. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. എങ്ങനെയാ ചെയ്യണേന്ന് അറിയാം. പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് റിസൾട്ട് കാണാപ്പാടം പഠിക്കുകയും ചെയ്യണം. രണ്ടും വേണം. റിസൾട്ട് കാണാപ്പാടം പഠിക്കുകയും ചെയ്യണം, പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാന്ന് അറിയുകയും വേണം. ഇന്റഗ്രൽ ഓഫ് tan x നമുക്ക് എങ്ങനെ ചെയ്യാം? എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞേ അൽഫാദെ. എങ്ങനെ ചെയ്യാം ഇന്റഗ്രൽ ഓഫ് tan x? സൈൻ ബൈ കോസ് വെച്ച്. ഇന്റഗ്രൽ ഓഫ് tan x നെ ഇന്റഗ്രൽ ഓഫ് സൈൻ x ബൈ കോസ് x dx എന്നാക്കും. സൈൻ x ബൈ കോസ് x dx. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും കേട്ടോ. t ഈക്വൽ ടു ഡിനോമിനേറ്ററിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. t ഈക്വൽ ടു കോസ് x. ഇവിടെ dt ബൈ dx ഡെറിവേറ്റീവ് ഓഫ് കോസ് x. അൽഫാദെ പറഞ്ഞേ ഡെറിവേറ്റീവ് ഓഫ് കോസ് x.
sin x plus c ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് minus sin x plus c. സി ഒരു എവിടെ നിന്നാ തന്നെ Sorry, minus sin x. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഡെറിവേറ്റീവിനകത്ത് സി ഇല്ലല്ലോ. ഇത് എവിടെ നോക്കി, ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ഈ മൈനസ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മൈനസ് ഡി ടി ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സ് എന്നായിട്ടോ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇവിടെ കോസ് എക്സിന് ഇവിടെ ഞാൻ താഴത്തെ കോസ് എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. വേണ്ട, കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് പറഞ്ഞ മക്കളെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു ജെസിയ. ഇനി എന്ത് വരും ഇപ്പൊ? മൈനസ് ഡി ടി സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി ബൈ ടി. മൈനസ് പുറത്തേക്ക് മാറ്റിയേക്കാം. മൈനസ് ഇന്റഗ്രൽ ഡി ടി ബൈ ടി പറഞ്ഞ ലോഗ മോഡ് ടി പ്ലസ് സി ഈക്വൽ ടു മൈനസ് ലോഗ മോഡ് ടി എത്രയാ? കോസ് എക്സ് പ്ലസ് സി എന്ന് വരും. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ലോഗ് കോസ് എക്സ് മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി എന്ന ഒരു ആൻസർ ഉണ്ട്. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഡി എക്സ്. ഇനി നിങ്ങളുണ്ടല്ലോ ഇങ്ങനെ ചിന്തിക്കുക, തിരിച്ച് സൈൻ എക്സിന് കൊടുത്താൽ എന്ത് സംഭവിക്കും? സൈൻ എക്സിന് ടി കൊടുക്കാൻ പാടില്ലേ? ഞാനിവിടെ കോസ് എക്സിന് ടി കൊടുത്തു. ചുമ്മാ കാണിച്ചു തരാം, എഴുതരുത് കേട്ടോ, എഴുതരുത്. താഴത്തെ എന്തിനാ ഡിനോമിനേറ്ററിലെ കോസ് എക്സിന് കൊണ്ടുവന്ന് ടി കൊടുത്തു, ഈ ന്യൂമറേറ്ററിലെ സൈൻ എക്സിന് ടി കൊടുത്താൽ എന്ത് സംഭവിക്കും? ഒന്ന് നോക്കാം നമുക്ക്. ടി ഈക്വൽ ടു സൈൻ എക്സ് കേട്ടോ, എഴുതണ്ട. സൈൻ എക്സിന് ടി എന്ന് കൊടുത്താൽ എന്ത് വരും എന്ന് പറഞ്ഞ പിള്ളേരെ? ഡി ടി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. എന്താ അതിൽ നസിഹ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്? മൈനസ് കോസ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ചോദിക്കണേ. ഡെറിവേറ്റീവ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഡി ടി ബൈ ഡി എക്സ് എന്നല്ലേ എഴുതിയേക്കണത്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പൊ ഇതിനകത്ത് ഡി ടി എന്ത് വരും? അതായത് നമുക്ക് വേണ്ടത് ഇവിടെ ഡി എക്സ് ആണ് കേട്ടോ. ഡി ടി ഈക്വൽ ടു കോസ് എക്സ് ഡി എക്സ് എന്നായി പോകും. നിങ്ങൾ നോക്കിയപ്പോൾ ഇനി എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? നമുക്ക് വേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ് എന്നാട്ടോ. ഇവിടെ നോക്കിയേ, ന്യൂമറേറ്ററിൽ സൈൻ എക്സ് ഡി എക്സ് അല്ലേ? ന്യൂമറേറ്റർ സൈൻ എക്സ് ഡി എക്സ് ആണ്. ആ സൈൻ എക്സിന് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണേ നോക്കിയാൽ കോസ് എക്സ് ഡി എക്സ് എന്നാണ് കിട്ടിയേക്കണത്. കോസ് എക്സ് ഡി എക്സ് ഉള്ള സാധനം ഇവിടെ ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പ്രോബ്ലം മുന്നോട്ട് പോവില്ല. ആ ഓരോ ക്വസ്റ്റിനും കൊടുക്കേണ്ടതായ ഒരു രീതിയുണ്ട്. ഓരോ ക്വസ്റ്റിനും കൊടുക്കേണ്ടതായ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ട് റോളിനകത്ത് ഏതെങ്കിലും ഓർണത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതിലോ എന്ന് ഓർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡിനോമിനേറ്ററിന് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇനി എല്ലാ ക്വസ്റ്റിനും ഡിനോമിനേറ്ററിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ? അങ്ങനെ ഇല്ല കേട്ടോ. ചില ക്വസ്റ്റിനകത്ത് ന്യൂമറേറ്ററിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ. ഓരോന്നിനകത്തും വരും, ഓരോന്നിനകത്തും ഓരോ രീതിയിൽ വരും. ചില ക്വസ്റ്റിനകത്ത് ന്യൂമറേറ്ററിന്റെ കുറച്ച് ഭാഗത്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ, ചിലതിനകത്ത് ഡിനോമിനേറ്ററിന്റെ കുറച്ച് ഭാഗത്തിന് മാത്രമായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ പല രീതിയിൽ വരും, പല രീതിയിൽ വരും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ തീരുമാനിക്കുന്നത് ആ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഡെറിവേറ്റീവോടെയും വന്ന് ആ ഇക്വേഷനെ ബാലൻസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം. ആ ഡെറിവേറ്റീവോടെയും വന്ന് ബാലൻസ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത് ആദ്യം നമ്മൾ ചെയ്ത് നോക്കിയേ. ടി ഈക്വൽ ടു കോസ് എക്സ് കൊടുത്തപ്പോൾ ഇവിടെ കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കാറുള്ള ടി ഈക്വൽ ടു കോസ് എക്സ് എന്ന് കൊടുത്തപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആയി. അപ്പൊ ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ഇതിനകത്ത് സൈൻ എക്സ് ഡി എക്സ് ന്യൂമറേറ്ററിലുള്ളവരാണ് സൈൻ എക്സ് ഡി എക്സ്. ആ സൈൻ എക്സ് ഡി എക്സിന് പകരം നമുക്ക് മൈനസ് ഡി ടി എന്ന് കിട്ടിക്കഴിഞ്ഞു. അത് മനസ്സിലായോ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ ഡെറിവേറ്റീവും അതിനകത്ത് വരണം. നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷന്റെ ഡെറിവേറ്റീവും അതിനകത്ത് ബാലൻസ് ആവുന്നുണ്ട്. രണ്ടാമത് തിരിച്ച് ഞാൻ ടി ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കൊടുത്തു. സൈൻ എക്സ് എന്ന് കൊടുത്തപ്പോൾ ഡെറിവേറ്റീവ് വന്നേക്കണം കോസ് എക്സ് ഡി എക്സ് ആ. ഈ കോസ് എക്സ് ഡി എക്സ് പറഞ്ഞ ഒരു സാധനം ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് ആരാണ്? ഇവിടെ ഉള്ളത് ഡി എക്സ് ബൈ കോസ് എക്സേ ഉള്ളൂ, അല്ലാണ്ട് കോസ് എക്സ് ഡി എക്സ് ഒരു സാധനം ഇല്ല. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല കേട്ടോ, കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്താൽ കിട്ടില്ല.
നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷന്റെ ഡെറിവേറ്റീവോടെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. കുറച്ചുകൂടെ പ്രാക്ടീസ് വരുമ്പോൾ ശരിയായിക്കോളൂ. അത് കുറച്ചുകൂടെയും പ്രാക്ടീസിലൂടെ ശരിയാക്കാം. തൽക്കാലം രീതിക്ക് ഇന്റഗ്രൽ ഓഫ് tan x dx. ചോദിച്ചോ. ഇപ്പൊ ഇതില്ലേ cos x dx എന്ന് അത് കോട്ടിന് പറ്റുമോ? കോട്ടാവുമ്പോ സൈൻ ബൈ കോസ്, അല്ല സോറി, കോട്ടാവുമ്പോ കോസ് ബൈ സൈൻ അല്ലെ? അപ്പൊ പറ്റും. അപ്പൊ നമ്മൾ t ഈക്വൽ ടു സൈൻ എക്സ് കൊടുത്ത് ചെയ്യും. അത് പറ്റും. മോളി കോസ് എക്സ് ഡി എക്സ് എന്നേരം വന്നത് അത് പറ്റും. അടുത്ത നമ്മൾ അതാ ചെയ്യാൻ പോണത് കേട്ടോ. കോട്ടെക്സിന് അത് ചെയ്യാം. അത് ചെയ്യാൻ വരട്ടെ കേട്ടോ, ചെയ്യാൻ വരട്ടെ. ഒരു ചെറിയ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മൾ എടുക്കുന്നതിന്റെ ഡെറിവേറ്റീവോടെയും ആ ഇക്വേഷനകത്ത് ഉണ്ടാവണം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ആ ഡെറിവേറ്റീവിനും കൂടെ കൊടുക്കാൻ പറ്റണം. ആ ഡി എക്സോടെ മാറ്റി ഡി ടി ആക്കാൻ പറ്റണം. കഴിഞ്ഞ വളരെ ഈ റിസൾട്ട് വേറൊരു രീതിയിലും എഴുതാറുണ്ട് കേട്ടോ. ഇന്റഗ്രൽ tan x ഈക്വൽ ടു മൈനസ് ലോഗ് കോസ് എക്സ്. ഈ റിസൾട്ട് വേറൊരു രീതിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതോടെ ഞാൻ അതിലേക്ക് ഇങ്ങോട്ട് എത്തിക്കട്ടെ കേട്ടോ. ഇന്റഗ്രൽ tan x ഈക്വൽ ടു മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ്. ഇത് കാണാപ്പാടം പഠിക്കാനുള്ളതാണ് കേട്ടോ. നാളെ ചോദിക്കാനുള്ള റിസൾട്ടാണ്. കാണാപ്പാടം പഠിക്കാനുള്ള റിസൾട്ടാണ്. ഇനി ഉണ്ടല്ലോ ഒരു സെക്കൻഡ്, നമുക്ക് വേണമെങ്കിൽ ആ മൈനസ് ഒന്ന് ഒഴിവാക്കി വേറെ രീതിയിലാക്കാം അതിനെ. ആ മൈനസ് ഒഴിവാക്കുമ്പോൾ എങ്ങനെ വരും? ലോഗരിതത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലോഗ് എക്സ് റേസ് ടു എൻ, ലോഗ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലോഗ് എക്സ് റേസ് ടു എന്നിനെ ലോഗ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു ആർക്കും പറയാം, അറിയാവുന്നവർക്ക് പറയാം കേട്ടോ. ലോഗ് എക്സ് റേസ് ടു എൻ n into log x. n into log x എഴുതാം. ലോഗ് എക്സ് റേസ് ടു എന്നിനെ n log x എന്ന് എഴുതാം കേട്ടോ. രണ്ടും സെയിം ആണ്, n log x. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മൈനസ് ലോഗ് കോസ് എക്സ് ആണുള്ളത്. ഈ മൈനസ് ലോഗ് കോസ് എക്സിനെ ഈ മോഡുലസ് കൊടുക്കണുണ്ടല്ലോ പിള്ളേരെ. മോഡുലസ് കൊടുക്കുന്നത് ലോഗരിതം നെഗറ്റീവിന് ഡിഫൈൻഡ് അല്ല. ലോഗരിതം നെഗറ്റീവ് വാല്യൂസിന് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് അവിടെ മോഡുലസ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ പോസിറ്റീവ് വാല്യൂസിന് മാത്രമേ ലോഗരിതം ഉള്ളൂ. ലോഗരിതം നെഗറ്റീവ് വാല്യൂസിന് ഇല്ല. അതുകൊണ്ടാണ് അവിടെ മോഡുലസ് കൊടുത്തിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും എന്ന് പറഞ്ഞേ. ലോഗ് എക്സ് റേസ് ടു എൻ എൻ ലോഗ് എക്സ് ആണ്. നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ആൻസർ മൈനസ് ലോഗ് കോസ് എക്സ് ആണ്. ഈ മൈനസ് ലോഗ് കോസ് എക്സിനെ എങ്ങനെ എഴുതാൻ എനിക്ക് ഇപ്പറേ? മൈനസ് ലോഗ് കോസ് എക്സിനെ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം അതിൽ നിന്നേ? മൈനസ് ലോഗ് കോസ് എക്സ് റേസ് ടു മൈനസ് 1. മോഡുലസ് കൊടുത്താലും കൊടുത്തില്ലും കുഴപ്പമില്ല കേട്ടോ. ലോഗ് കോസ് എക്സ് റേസ് ടു മൈനസ് 1 എന്നാവും. അപ്പൊ ഞാൻ ഇതിനൊന്ന് മാറ്റുവാട്ടോ പിള്ളേരെ. ദിസ് ഈസ് ഈക്വൽ ടു ലോഗ്, വേണമെങ്കിൽ മോഡെങ്കിൽ മോഡ് ഇടുന്നോട്ടെ, കോസ് എക്സ് റേസ് ടു മൈനസ് 1 പ്ലസ് സി. കോസ് എക്സ് റേസ് ടു മൈനസ് 1. കോസ് എക്സ് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ അതെന്താവും? cos x raised to minus 1. And the alternate cos x raised to minus 1. 1 by cos x. That is 1 by cos x. 1 by cos x എന്ന് അറിയാൻ പാടില്ലടാ. cos x raised to minus 1. x raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by x ആണ്. അപ്പൊ cos x raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by cos x ആണ്. 1 by cos x എന്താണ്?
എന്താ അൻവറെ 1 by cos x? tan x അല്ല മൈനസ് sin x ഇല്ല മൈനസ് sin x. എന്താ മീന 1 by cos x? ലോഗ് cx ആണ്. sec x. 1 by cos x sec x. 1 by cos x sec x ആണ് കേട്ടോ. അപ്പോൾ cos x raised to -1 എന്ന് പറഞ്ഞാൽ 1 by cos x ആവും. ഞാൻ എഴുതിച്ചേക്കാം ലോഗ് മോഡ് 1 by cos x plus c. 1 by cos x എന്ന് പറഞ്ഞാൽ sec x ആണ്. ലോഗ് മോഡ് sec x plus c. ഈ റിസൾട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇന്റഗ്രൽ ഓഫ് tan x dx equal to ലോഗ് മോഡ് sec x plus c. മൈനസ് സൈനിന്റെ വരുന്നിടത്ത് മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി എന്ന് കൊടുക്കും, അല്ലെങ്കിൽ മൈനസ് ഇല്ലെങ്കിൽ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി ആണ്. ഇതോടെ എഴുതി കൊടുക്കുക. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് അല്ലെങ്കിൽ ലോഗ് മോഡ് സീക്ക് എക്സ്. മൈനസ് ഇല്ലെങ്കിൽ സീക്ക് എക്സ്. അത് വരുന്നത് എങ്ങനെയാണ്? മൈനസ് മൂടിപ്പോവും. റേസ് ടു -1 വരും. റേസ് ടു -1 1 by cos x 1 by cos x സീക്ക് എക്സ്. കഴിഞ്ഞവർക്ക് ഇതുപോലെ തന്നെ അടുത്ത് ചെയ്യാം കേട്ടോ. ഇന്റഗ്രൽ ഓഫ് കോട്ട് ഡി എക്സ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ കോട്ട് ഡി എക്സ്. ഇന്റഗ്രൽ കോട്ട് ഡി എക്സ്. This is equal to integral of cot x dx നെ നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതാം അവനെ cot x നെ? cosecum by sec. എന്താ സുഹൈലെ? ഇന്റഗ്രൽ ഓഫ് കോട്ട് എക്സ് എന്തെൽവിനെ? കോസ് ബൈ സൈൻ. Integral of cos x dx, cos x by sin x dx. Cot x എന്ന് പറഞ്ഞാൽ cos x by sin x dx. ഇവിടെ നമ്മൾ എന്തിനു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? പറഞ്ഞെൽവിനെ എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ഡെറിവേറ്റീവിന്റെ കൂടെ dx വരണം കേട്ടോ. ഡെറിവേറ്റീവിന്റെ കൂടെ dx കയറി പോണം. എന്തിനു കൊടുക്കാം? cos x ന് കൊടുത്തു നോക്കാം. t equal to cos x. ബാക്കി പറഞ്ഞാ dt by dx is equal to minus sin x. minus sin x. Derivative of cos x minus sin x. ശരി. ഇനി dt equal to minus sin x dx. dt equal to minus sin x dx. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഇന്റഗ്രൽ cos x ന് cos x ന് cos x ന്റെ ഇന്റഗ്രൽ ആണോ? നീ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇന്റഗ്രലിലാണോ? ഇനി മൊത്തം ടീയിലേക്ക് മാറ്റി. അതിന് വേണ്ടിയല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കണത്. ഇത് മൊത്തം ടീയിലേക്ക് മാറ്റണം. മൊത്തം ടീയിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് എഴുതാനായിട്ട്. എനിക്ക് തോന്നണ പോലെയൊന്നും കൊടുക്കാൻ പറ്റില്ല. ചുമ്മാ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഡി ടി ഉണ്ടോ? എവിടെ ഡി ടി? dx by dt. ഡി x. x ലോൺ.
എടാ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ എഴുതുന്ന ഈ സ്ഥാനത്തിനകത്ത് എക്സിന്റെ ഒന്നുമില്ല, മൊത്തം ടി മാത്രമേ ഉള്ളൂ. എക്സിനെ നമ്മൾ ടിയിലേക്ക് മാറ്റുവാണ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി എക്സിന്റെ പരിപാടിയില്ല, ഈ മൊത്തം ടിയിൽ പറയണം. ന്യൂമറേറ്ററിൽ cos x dx ഉണ്ട്, എന്ത് കൊടുക്കണം? cos x dx t ആവും. cos x ന് ടി എന്ന് കൊടുക്കാം. dx cos x ന് ഞാൻ ടി എന്ന് കൊടുത്തു. ഈ താഴത്തെ sin x ഉണ്ട്, ഈ sin x എന്ത് കൊടുക്കണം? dt. dt എന്ന് പറഞ്ഞാൽ sin x dx അല്ലേ? മൈനസ് sin x dx ആണ് dt. എന്ത് കൊടുക്കും? എങ്ങനെ കൊടുക്കാം അസ്ലമേ? താഴെ കിടക്കണല്ലോ നോക്കണം. സൈൻ എക്സ് എന്നല്ലേ? ടീന്ന് സൈൻ എക്സിനല്ലേ കൊടുക്കണേ? ടീന്ന് സൈൻ എക്സിനാണ് കൊടുക്കേണ്ടത്. എങ്ങനെ കൊടുത്താലും ആൻസർ കിട്ടില്ല കേട്ടോ. എൽവിനെ ഞാൻ തൊട്ട് മുമ്പ് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചതാ, നീ ഇതൊന്നും കണ്ടിട്ടില്ല. ടി ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് സൈൻ എക്സിനാണ് കേട്ടോ. കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഈ പ്രോബ്ലം കിട്ടൂല. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോവാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ടി ഈക്വൽ ടു സൈൻ എക്സിനാണ് കേട്ടോ. സൈൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. സെക്കൻഡ് ഇന്ന് കളയട്ടെ. ടി ഈക്വൽ ടു താഴത്തെ സൈൻ എക്സിന് കൊടുത്താൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പറഞ്ഞ അസ്ലമേ, ഡി ടി ബൈ ഡി എക്സ്. ഡി ടി കോസ് എക്സ് വരും. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. അപ്പൊ ഡി ടി ഈക്വൽ ടു കോസ് എക്സ് ഡി എക്സ്. അപ്പൊ നോക്കിയേ, ഈ കോസ് എക്സ് ഡി എക്സ് മുകളിലില്ലേ, നേരിട്ട് കൊടുക്കാം. കോസ് എക്സ് ഡി എക്സ് ഡി ടി, കോസ് എക്സ് ഡി എക്സ് ഡി ടി. താഴത്തെ സൈൻ എക്സിന് ടി എന്ന്. ഇപ്പൊ മൊത്തം ടിയിലായിട്ട് മാറി, മൊത്തം ടിയിലായി. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന ഫോമുലുമായി. ഇന്റഗ്രൽ ഡി ടി ബൈ ടി. ഇന്റഗ്രൽ ഡി ടി ബൈ ടി എന്താന്ന് പറയാം? ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി, ഡി ടി ബൈ ഡി ലോഗ് മോഡ് ഡി ടി ലോഗ് മോഡ് ഡി ടി ഡി എക്സ് ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്നാണ്. ഡി എക്സ് ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്നാ? ആ എക്സ് മാറിയിട്ട് ഇവിടെ ടി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡി ടി ബൈ ടി. നീ എന്തൊക്കെയാ അൻവർ ഈ പറയണത്? നാണാവൂലടാ ഇത്രയും ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ പറയാനായിട്ട്. ഇന്റഗ്രേഷന്റെ ആൻസറിനകത്ത് എവിടെയെങ്കിലും ഡി ടി ഉണ്ടോ? ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടി എന്ന് കാണിച്ചേക്കണമെന്നാണ് ഡി ടി, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് എക്സ്. അപ്പൊ ആൻസറിനകത്ത് അത് തന്നെയാ തന്നെ. നമുക്ക് പറയാറായില്ലോ. ലോഗ് മോഡ് ടി പ്ലസ് സി ഈക്വൽ ടു ലോഗ് മോഡ് ടി എന്താണ്? ടി സൈൻ എക്സ്. ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി എന്ന് വരും. ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ബോക്സിലാക്കി വെച്ചോളൂ കേട്ടോ. ഇതെല്ലാം കാണാപ്പടം പഠിക്കാനുള്ളതാണ്. അടുത്തായിട്ട് ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഡി എക്സ്.
evaluate integral sec x dx. This is equal to integral. ഇതിനൊരു സ്റ്റെപ്പ് ഓർത്തിരിക്കണം കേട്ടോ പിള്ളേരെ. സീക്ക് എക്സിനും കൊസീക്ക് എക്സിനും ഒരു കാര്യം ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്റ്റെപ്പ് ഓർത്തിരിക്കണം, അല്ലാണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മറ്റേത് അറേഞ്ച് ചെയ്ത് എഴുതിയ പോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റെപ്പ് നമ്മൾ ഓർത്തിരുന്നേ പറ്റുള്ളൂ. സീക്ക് എക്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ സീക്ക് എക്സിനെ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഞാൻ എഴുതാം, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, അതിനുള്ള മാർഗം പറയാം. സീക്ക് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ സീക്ക് എക്സ് അല്ലേ. സീക്ക് എക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും. താഴെ അതുപോലെ തന്നെ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ഡിവൈഡും ചെയ്യും. ഈ സ്റ്റെപ്പ് ഓർത്തിരിക്കണം. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് കേട്ടോ, കഴിഞ്ഞിട്ട് എഴുതാം, തൽക്കാലം കണ്ടിരുന്നാൽ മതി. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ടാൻ വന്നപ്പോഴും കോട്ട് വന്നപ്പോഴും നമുക്ക് സൈൻ ബൈ കോസ്, കോസ് ബൈ സൈൻ ആക്കി കേട്ടോ. ടാനും കോട്ടും വന്നപ്പോൾ സൈൻ ബൈ കോസ് എന്നാക്കി ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ കോസ് ബൈ സൈൻ ആക്കിയിട്ട് ചെയ്തു. അടുത്ത രണ്ടെണ്ണം ഇതുപോലെ പറ്റില്ല. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സും ഇന്റഗ്രൽ ഓഫ് കൊസീക്ക് എക്സും അങ്ങനെ പറ്റില്ല. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് ന്യൂമറേറ്റർ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് സീക്ക് സ്ക്വയർ എക്സ് ആവും, പ്ലസ് അടുത്ത ടൈം സീക്ക് എക്സ് ടാൻ എക്സ് ആവും. ആദ്യത്തെ ടൈം സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് സീക്ക് സ്ക്വയർ എക്സ്, സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് സീക്ക് സ്ക്വയർ എക്സ് വരും. അടുത്തത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ് വരും. താഴത്തെ അതുപോലെ തന്നെ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഇനി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ് കേട്ടോ. പുട്ട് ടി ഈക്വൽ ടു ഡിനോമിനേറ്ററിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഡിനോമിനേറ്റർ ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. ഡിനോമിനേറ്ററിന് ടി എന്ന് കൊടുത്താൽ ഡി ടി ബൈ ഡി എക്സ്. ഈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞേ, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ്, ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് ചന്ദന? കേൾക്കാൻ പാടില്ല. sec x tan x. Derivative of sec x tan x. Then tan x in the derivative of sec square x. sec square x. ഇതല്ലേ മുകളിൽ വന്നേക്കണത് നോക്കി. ഈ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ കിടക്കണത്. sec x tan x ആദ്യം കിടക്കുന്നു. sec x tan x sec square x അതുണ്ടല്ലോ. ഇനി dx അപ്പുറത്തേക്ക് കൊണ്ട് ചെയ്യാൻ മതി. അപ്പോൾ dt ഈക്വൽ ടു sec x tan x പ്ലസ് sec square x ഇൻറ്റു ഈ dx. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ dt ആയി. sec x tan x പ്ലസ് sec square x dx. ന്യൂമറേറ്റർ dt ആണ്, താഴെ t ആണ്. താഴത്തേനാണ് നമ്മൾ ടി എന്ന് കൊടുത്തത് കേട്ടോ. താഴത്തേന് ടി എന്ന് കൊടുത്തു. താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നിരിക്കുന്നത്. മനസ്സിലായോ? താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ ഈക്വൽ ടു ലോഗ് മോഡ് ടി പ്ലസ് സി എന്നാവും. ലോഗ് മോഡ് ടി പ്ലസ് സി, അതായത് ലോഗ് മോഡ് ടി എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ടി സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഡി എക്സ് ഈക്വൽ ടു, ബൈ ഹാർട്ട് ചെയ്യണം, ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. ഉണ്ടോ? അതിന്റെ ആൻസർ ഉണ്ടോ പിള്ളേരെ? ആൻസർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ആ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ടാണ് കേട്ടോ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണത്. അതാണ് ഞാൻ പിന്നീട് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞത്. ഇതിന്റെ ആൻസർ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ആൻസർ എന്താണ്? ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ആ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്, ആ ആൻസറിൽ വന്നിരിക്കുന്ന സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ടാണ് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ചെയ്തേ.
ഇതുപോലെ തന്നെയാണ് അടുത്തത് കേട്ടോ. കൊസീക്ക് ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞവർക്ക് അടുത്തേക്ക് വരാം കേട്ടോ. ഇന്റഗ്രൽ ഓഫ് കൊസീക് എക്സ് ഡി എക്സ് അവസാനത്തേത്. ഇന്റഗ്രൽ ഓഫ് കൊസീക് എക്സ് ഡി എക്സ്. Evaluate integral cosec x dx. ഇതും ആദ്യത്തേത് പോലെ തന്നെ കേട്ടോ. ഇന്റഗ്രൽ കൊസീക് എക്സ് ഇന്റഗ്രൽ കൊസീക് എക്സ് ഇവിടെ മുകളിലും താഴെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ എന്ന് അറിയാമോ? അത് തന്നെയാട്ടോ ആൻസറിലും വരുന്നത്. മുകളിലും താഴെയും കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ്. മുകളിലും താഴെയും കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്തതുപോലെ കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഓർത്തിരിക്കണം കേട്ടോ പിള്ളേരെ, വേറെ മാർഗമൊന്നുമില്ല. കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ്. കാരണം ആൻസർ അതാണ്, അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഓർത്തിരുന്നോളൂ. ആൻസർ ബൈ ഹാർട്ട് ചെയ്യണമല്ലോ. ആൻസറിൽ വരുന്ന കാര്യം തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ്. ഇന്റഗ്രൽ ഓഫ് ന്യൂമറേറ്റർ കൊസീക് സ്ക്വയർ എക്സ്, കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് cosec x cot x divided by cosec x minus cot x. Cosec x into cosec x cosec square x minus cosec x cot x by cosec x minus cot x. എന്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? എന്തിനോട് ബേസിലെ പറഞ്ഞോടാ. ശരി, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞ് ഡി ടി ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കൊസീക് എക്സ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. Derivative of cosec x minus cosec x cot x. Derivative of sorry, ഇവിടെ മൈനസ് ഉണ്ട്. cot x ന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ. അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആയിക്കോളല്ലേ. cosec സ്ക്വയർ എക്സ്. ഇവിടെ നിന്ന് ഡി ടി ഈക്വൽ ടു, ഞാനൊന്ന് തിരിച്ചു എഴുതുന്നു കേട്ടോ, കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ഇൻറ്റു ഡി എക്സ്. ന്യൂമറേറ്റർ വരും കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് ആണ് ഡി ടി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഡി ടി ബൈ ടി എന്നായി. ലോഗ് മോഡ് ടി പ്ലസ് സി equal to log mod cosec x minus cot x
plus c. Integral of cosec x dx. Integral of cosec x dx equal to log mod cosec x minus cot x plus c. ഇതിന്റെ പ്രൂഫ് ചോദിക്കാറുള്ളതാണ് കേട്ടോ, എക്സാമിന് പ്രൂഫ് ചോദിക്കാറുള്ളതാണ്. ആൻസർ ലോഗ് കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ്. അപ്പൊ ആ കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലാണ് ആൻസർ എത്തുന്നത്. സീക്കിന്റെ ആണെങ്കിൽ ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ്. അപ്പൊ സീക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് പോകണം. നമ്മൾ രണ്ട് ടൈപ്പാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ട് രീതി കൊടുക്കുന്ന രണ്ട് രീതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ട് ടൈപ്പാണ്. ആദ്യത്തേത് എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ആയിരുന്നു. രണ്ടാമത്തേത് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ബൈ എഫ് ഓഫ് എക്സ് ആണ്. നിങ്ങളത് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞെങ്കിൽ റോമൻ ലെറ്റർ 3 കൊടുത്തുള്ളൂ കേട്ടോ. മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോവാണ്. റോമൻ ലെറ്റർ 3. Integrals of the form integral of f of g of x into g dash x dx. Integral of f of g of x into g dash x dx. മെത്തേഡ് കംപ്ലീറ്റ് എഴുതണില്ല കേട്ടോ. മെത്തേഡ് കംപ്ലീറ്റ് എഴുതണില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതിനകത്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിന്റെ ബാക്കി നമുക്ക് ചെയ്തു പോവാം. ബാക്കി പ്രോബ്ലം ചെയ്തു പോകുന്ന എല്ലാം ഒരേ മെത്തേഡിലാണ് കേട്ടോ. പ്രോബ്ലം ചെയ്തു പോകുന്നതെല്ലാം ഒരേ സ്റ്റൈലിലാണ്. നമുക്കറിയേണ്ടത് എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതാണ് അറിയേണ്ടത്. മുകളിൽ കിടക്കുന്നതിന് കൊടുക്കണോ, താഴെ കിടക്കുന്നതിന് കൊടുക്കണോ, എവിടെ കിടക്കുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കിടക്കേണ്ടത്, അതാണ് നമുക്ക് അറിയാനുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പിള്ളേരെ, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ് ഡി എക്സ്. ഇതേ സ്റ്റൈലിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ. എഫ് ഓഫ് ജി ഓഫ് എക്സ് കോമ്പോസിഷൻ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കണ്ട. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ് ഡി എക്സ്. ഇതിനകത്ത് ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ഏതിനകത്തായിരിക്കും? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എന്താണോ അതിന്റെ ഡെറിവേറ്റീവോടെ അവിടെ വരണം കേട്ടോ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കണം. അത് മസ്റ്റാ, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടായിരിക്കണം. എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? എന്തായിരിക്കും അൽഫാദെ, നിന്റെ അഭിപ്രായം എന്തിനു കൊടുക്കാന്നോ? G dash x അല്ലേ? ജി ഡാഷ് എക്സ്. ഒരു സെക്കൻഡ് കേട്ടോ. ജി ഡാഷ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അൽഫാദെ ടി ഈക്വൽ ടു ജി ഡാഷ് എക്സ് എന്ന് ഞാൻ കൊടുത്തു. ശരി, ഇതിന്റെ ഡെറിവേറ്റീവ് പറ. ഡി ടി ബൈ ഡി എക്സ്. ജി ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് പറയടാ. ഡെറിവേറ്റീവ് ആയിട്ട് തന്നെയല്ലേ തന്നേക്കണേ. അത് നീ ടി ഈക്വൽ ടു ജി ഡാഷ് എക്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഡി ടി ബൈ ഡി എക്സ് പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട ഡെറിവേറ്റീവ് ആണോ? വീണ്ടും ഡെറിവേറ്റീവ് ആണോ?
ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ജി ഡബിൾ ഡാഷ് എക്സ് എഴുതും. ജി ഡബിൾ ഡാഷ് എക്സ്, ജി ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് ജി ഡബിൾ ഡാഷ് എക്സ്. ഇനി എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞോ? ഇതിനോട് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് എടാ നീ എടുത്ത സാധനത്തിന്റെ ഡെറിവേറ്റീവ് ആ ക്വസ്റ്റ്യനിലുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ചെയ്യാൻ പറ്റില്ലെന്നേ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സാധനത്തിന്റെ ഡെറിവേറ്റീവ് ആ ക്വസ്റ്റ്യനിൽ വരണം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സാധനത്തിന്റെ ഡെറിവേറ്റീവ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ടി ഈക്വൽ ടു ടി ഡാഷ് എക്സ് എന്നെടുത്ത് ചെയ്യാൻ പറ്റില്ല. അതല്ല സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ഇതല്ല. വേറെ എന്തായിരിക്കും അൽഫാദെ നിനക്ക് പറയാനുണ്ടോ? ആലോചിച്ചൊക്കെ ചിന്തിക്കണം കേട്ടോ. ഇത് നമ്മൾ ചുമ്മാ ഒരു ഫോർമുല കാണാപ്പടം പഠിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യണ പോലെയല്ല. ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിലായിരിക്കും. ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിൽ ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ മുകളിൽ കിടക്കണ സബ്സ്റ്റിറ്റ്യൂഷൻ, ചിലതിനകത്ത് താഴെ കിടക്കണായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ, ചിലത് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ പല രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ പ്രാക്ടീസിലൂടെ കിട്ടുള്ളൂ. പ്രാക്ടീസും വേണം, നമുക്ക് കുറച്ച് ലോജിക്കും വേണം. എന്തിനായിരിക്കും കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന്റെ ഡെറിവേറ്റീവ് സാധനം കൂടി അതിനകത്ത് ഉണ്ടായിരിക്കണം. ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലേ പറ്റുള്ളൂ. എന്തായിരിക്കും ഫൈസെ, നിന്റെ അഭിപ്രായം എന്താ? ജി ഓഫ് എക്സ് ആണോ? ആ ജി ഓഫ് എക്സ്. ആ ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവോടെ കിടക്കുമല്ലേ? ടി ഈക്വൽ ടു ജി ഓഫ് എക്സ്. ടി ഈക്വൽ ടു ജി ഓഫ് എക്സ് കൊടുത്താൽ ഡി ടി ബൈ ഡി എക്സ് എന്താണ് പറഞ്ഞേ ഫൈസെ? ഡി ടി ബൈ ജി ഡാഷ് എക്സ് അല്ലേ? ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് ഡി ടി ഈക്വൽ ടു എന്ത് വരും? ഡി ടി ഈക്വൽ ടു ജി ഡാഷ് എക്സ് ഡി എക്സ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞേ? പറയടാ. പറഞ്ഞോനെ. എഫ് ഓഫ് മുഴുവൻ പറ. ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ മുഴുവനകത്ത് കൊടുക്കുക. പിന്നെ എക്സ് ഇല്ല, ടി മാത്രമേ ഉള്ളൂ. എഫ് ഓഫ് എടാ ജി ഓഫ് എക്സ് എന്താ? അപ്പൊ എഫ് ഓഫ് ടി അല്ലേ? എഫ് ഓഫ് ടി. ഇനി ജി ഡാഷ് എക്സ് ഡി എക്സ് ഡി ടി. ഇന്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി എന്നല്ലേ മൊത്തം ടിയിലേക്ക് മാറിയില്ലേ? കണ്ടോ? ഈ സംഭവം മൊത്തം ടിയിലേക്ക് മാറി. ഇനി എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇനി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതിയാൽ മതി. പറഞ്ഞ മനസ്സിലായോ? ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക, തിരിച്ച് എക്സിന്റെ ടൈമിലേക്ക് മാറ്റുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്ര എഴുതി വെച്ചോ. ഇത്ര എഴുതി വെച്ചാൽ മതി. പിന്നെ എക്സാമ്പിൾ ഞാൻ തരാം. put t equal to സൈഡിൽ ഉണ്ട് കേട്ടോ. put t equal to g of x. After integration നടത്തുക. Replace t in terms of x. ഇന്റഗ്രേഷൻ നടത്തിയിട്ട് t in terms of x കൊടുത്താൽ മതി. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ പിള്ളേരെ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നമുക്ക് എക്സസൈസിൽ ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട്, 10-30 ക്വസ്റ്റ്യൻ ഉണ്ട് എക്സസൈസിനകത്ത്. അപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം നമുക്ക് മനസ്സിലാവും. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, ആലോചിച്ചിട്ട് പറഞ്ഞു കേട്ടോ. ഇച്ചിരി ചിന്തിക്കാനുണ്ട് കേട്ടോ. ആ ചിന്തിച്ചതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പ. എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. ഇന്റഗ്രൽ ഓഫ് e raised to tan inverse x
e raised to tan inverse x by 1 plus x square dx. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. e raised to tan inverse x by 1 plus x square dx. ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. എനിക്ക് പറഞ്ഞു തന്നാൽ മതി. എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? എല്ലാവരും ആലോചിച്ചോട്ടോ. എന്തിനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന്റെ ഡെറിവേറ്റീവും ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. നമ്മൾ എന്തിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവും ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരിക്കണം. എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? എന്താ ഫാരിസേ? 1 plus x square 1 plus x square. x square. എന്താണ് 1 plus x square ഡെറിവേറ്റീവ്? അത് 2x ആ. പക്ഷെ tan inverse 2x അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ പറ്റില്ല. കോൺസ്റ്റന്റ് മാത്രമേ കുഴപ്പമില്ല. ഇപ്പൊ 2 ആണെങ്കിൽ കുഴപ്പമില്ല. കോൺസ്റ്റന്റിന് നമുക്ക് പുറത്തേക്ക് കൊണ്ടൊരു അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. വേരിയബിൾ ഒന്നും പറ്റില്ല. 1 plus x square കൊടുത്താൽ ശരിയാവില്ല. ഡെറിവേറ്റീവായ 2x അവിടെ ഇല്ല, നടക്കില്ല. എന്തിനു കൊടുക്കാം മീന? ടാൻ ഇൻവേഴ്സ് എക്സ് ഇല്ലേ, ആ അത് വെക്കുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ ഉണ്ട് ഉണ്ടല്ലേ. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിന് നമുക്ക് കൊടുത്തു നോക്കാം. t equal to tan inverse x. t equal to tan inverse x. tan inverse x ന്റെ ഡെറിവേറ്റീവ് dt by dx. എന്താ മീന tan inverse x ന്റെ ഡെറിവേറ്റീവ്? 1/1 plus x square. 1/1 plus x square. ഇപ്പൊ dx ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ dt equal to dx by 1 plus x square എന്നാവൂലേ? ശരിയാണോ? dt equal to dx അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 into dx dx. നോക്കിയ വളരെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ this is equal to integral e raised to t. ശരിയല്ലേ? e raised to tan inverse x ന് t എന്ന് കൊടുത്തു. e raised to t. ഇനി ബാക്കി ഇവിടെ എന്നാ ഉള്ളത്? e raised to ഇവിടെ ബാക്കിയുള്ളത് dx by 1 plus x square. dx by 1 plus x square എന്താണ്? dt. മൊത്തം t യിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്റഗ്രൽ e raised to t dt എന്നായില്ലേ? മൊത്തം t യിലേക്ക് മാറി. അതിന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയുകയും ചെയ്യാലോ. എന്താ e raised to t യുടെ ഇന്റഗ്രൽ? e raised to t യുടെ ഇന്റഗ്രൽ എന്താണ്? എന്താ അമ്മനെ e raised to t യുടെ ഇന്റഗ്രൽ? 1/1 plus x square. 1/1 plus x square. e raised to t യുടെ ഇന്റഗ്രൽ. ഇന്റഗ്രൽ ഓഫ് e raised to t equal to 1/1 plus x square. E raised to 1/1 plus x square. e raised to 1/1 plus x square. നീ ഇവിടെ ഒന്നും ഇരിക്കേണ്ടവനല്ല കേട്ടോ. എന്ത് മണ്ടത്തരടായി പറയണേ. e raised to x ന്റെ ഇന്റഗ്രൽ എന്താ? ഒന്ന് മറച്ചു നോക്കി. e raised to x ന്റെ ഇന്റഗ്രൽ എന്താന്ന്? E raised to x. അപ്പൊ e raised to t യുടെ ഇന്റഗ്രൽ എന്നാ? E raised to t. നീ അതിനാണ് ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ പറഞ്ഞേ. എടാ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യാനും പറ്റണം കേട്ടോ. കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ആ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും പറ്റണം. ഇന്റഗ്രേഷൻ ഒന്നും അറിയാണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒന്നും അറിയാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും പോകാൻ പറ്റില്ല.
ഇ റേസ് ടു ടിയുടെ ഇന്റഗ്രൽ ഇ റേസ് ടു ടി തന്നെയാണ് കേട്ടോ. ഇ റേസ് ടു ടിയുടെ ഇന്റഗ്രൽ ഇ റേസ് ടു ടി. അപ്പോൾ ഇ റേസ് ടു ടി പ്ലസ് സി കഴിഞ്ഞു. ഇത് തിരിച്ചു കൊടുക്കണം. ഇ റേസ് ടു ടി എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി കംപ്ലീറ്റ് ചെയ്തോ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് അറിയാവുന്ന ഫോമിലേക്ക് മാറ്റണം. നാലാമത്തെ ടൈപ്പ്. എന്തൊക്കെ കൂടുതൽ പ്രോബ്ലംസ് വരും കേട്ടോ. എക്സസൈസിൽ കൂടുതൽ പ്രോബ്ലം വരും. ഇപ്പൊ നമ്മൾ ഓരോന്ന് പറഞ്ഞങ്ങ് പോകും. മെത്തേഡും ഓരോ എക്സാമ്പിളും. നാലാമത്തെ ടൈപ്പ് ഇന്റഗ്രൽസ് ഓഫ് ദി ഫോം. നാലാമത്തെ കേട്ടോ. റോമൻ ലെറ്റർ 4 കൊടുക്കുക. ഇന്റഗ്രൽസ് ഓഫ് ദി ഫോം ഇന്റഗ്രൽ f of x into f dash x dx. f of x into f dash x dx. ഇതിനകത്ത് എന്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? ആലോചിച്ചോളുക. ഇനിയെങ്കിലും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റണം കേട്ടോ. ഇതിനകത്ത് എന്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? ഞാൻ പറഞ്ഞു നമ്മൾ എന്തിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടായിരിക്കണം. ആ രീതിയിലാണ് പ്രോബ്ലം ചെയ്യുമ്പോഴും അങ്ങനെയാട്ടോ നിങ്ങൾ നോക്കേണ്ടത്. എന്തിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടായിരിക്കണം. എന്തിനു കൊടുക്കാൻ കൈലാസ് അവിടെ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞതാ. ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്ത് വരും കൈലാസ? എഫ് ഡാഷ് എക്സ്. ഡി ടിയോ എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറും? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സിന് പകരം ടി, എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഡി ടി, ഇന്റഗ്രൽ ടി ഡി ടി. അതായത് ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് വരും കേട്ടോ. ഇന്റഗ്രൽ ടി ഡി ടി, ഇന്റഗ്രൽ ടി ഡി ടി, ടി സ്ക്വയർ ബൈ 2. ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇതാണ് ആൻസർ. ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? നിങ്ങൾ ഏത് ടൈപ്പാണെന്നൊന്നും, ഇപ്പൊ നമ്മൾ 4, 5 ടൈപ്പായിട്ട് 6 ടൈപ്പ് പറയും. ഇത് ഏത് ടൈപ്പാണെന്നൊന്നും നിങ്ങൾ അങ്ങനെ ആലോചിച്ച് മെനക്കെടുവൊന്നും വേണ്ട കേട്ടോ പിള്ളേരെ. ഞാനിത് ഓരോ ടൈപ്പും അതിന്റെ എക്സാമ്പിളും പറഞ്ഞു പോകണമെന്നുള്ളൂ. ഇത് ഏത് ടൈപ്പാണ്, അപ്പൊ എന്ത് കൊടുക്കണം, അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ചുമ്മാ ജനറൽ ആയിട്ട് നോക്കാം. ഇതിനകത്ത് ഏതിന് കൊടുക്കണം, അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ അതനുസരിച്ച് ഏതിന് കൊടുക്കണം, ആ രീതി ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ഇത് ഒന്നാമത്തെ ടൈപ്പാണ്. അപ്പൊ ഒന്നാമത്തെ ടൈപ്പിലാണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. ഇപ്പൊ ഏതിന് കൊടുക്കാം, അതിന്റെ ഡെറിവേറ്റീവ് അതിനകത്ത് വരണം. പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോയാൽ മതി. ഇവിടെ ഏതിന് കൊടുക്കുമായിരിക്കും ചെയ്യുന്നത് ആൽഡ്രിനെ? റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ശരി, റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ടി ഈക്വൽ ടു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ പറഞ്ഞടാ കഴിഞ്ഞിട്ട് എഴുതാട്ടുള്ളവരെ ഡി ടി ബൈ ഡി എക്സ് എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സ്.
റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. നീ ഫോർമുലയിലേക്ക് ഒന്ന് മറിച്ച് നോക്കി. ഞാൻ എഴുതുന്ന ഫോർമുല എങ്ങനെയാണോ നോക്കി. ഈ ചാപ്റ്ററിന്റെ ആദ്യം എഴുതുന്ന ഫോർമുലാസിലേക്ക് മറിച്ച് അവിടെ ഡെറിവേറ്റീവും ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും രണ്ടും തന്നിട്ടുണ്ടല്ലോ. റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണോ സൈൻ ഇൻവേഴ്സ് എക്സ്, അങ്ങനെയാണ് എഴുതുന്നത് നോക്കി. അല്ല, ആ 1 by root 1 minus x square. ഞാൻ എന്തിനു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? 1 by root 1 minus x square. 1 by root 1 minus x square കൊടുക്കണം. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? അതൊരു sin inverse x plus c. 1 by root 1 minus x square ഡെറിവേറ്റീവ് sin inverse x plus c. ഡെറിവേറ്റീവ് എടാ, ഞാൻ ആ ഇന്നസെന്റ് പറഞ്ഞ ഡയലോഗ് കേട്ടോ കല്യാണരാമനകത്ത്. ഞാൻ എത്ര നേരം നിന്നോട് ചോദിച്ചോണ്ടിരുന്നത്. ആ പറഞ്ഞോ. ഡെറിവേറ്റീവ് എന്നല്ല അല്ലേടാ ഞാൻ ആദ്യം പോലെ ചോദിക്കണത്. ആ ആൾറെഡി ലാസ്റ്റ് ആൻസർ ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടായിരിക്കണം. ഇതിനോട് ഞാൻ ബുക്ക് എടുത്തു വെച്ചാൽ ഫോർമുല മുഴുവൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞോട്ടോ. ഇത്ര വലിയ കൺസെഷൻ ആർക്കും മുമ്പ് കൊടുത്തിട്ടില്ല. ആ എന്താ നിവൃത്തിയുണ്ടോ? എന്നടാ നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാം? ഫൈസെ ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ആൻഡ്രിനെ നീ ഫോർമുല നോക്കിക്കോട്ടോ. ഫോർമുല തന്നെ നോക്കിയിരുന്നോ? ആ സൈൻ ഇൻവേഴ്സിന് കൊടുക്കാൻ പറ്റും. സൈൻ ഇൻവേഴ്സ് എക്സ്. ആൽഡ്രിനെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ നോക്കിയടാ? sin inverse x ന്റെ ഡെറിവേറ്റീവ് 1 by root of 1 minus x square. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by root 1 minus x square. നീ ഇത്ര നേരം പറഞ്ഞു വരുന്നത് 1 by root 1 minus x square ഡെറിവേറ്റീവ് ആണ് സൈൻ ഇൻവേഴ്സ് എക്സ് കേട്ടോ. നീ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, നേരെ തിരിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 by root 1 minus x square. അപ്പോൾ ഇവിടെ dt ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ dx ബൈ dt ഈക്വൽ ടു dx ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സിന് t സൈൻ ഇൻവേഴ്സ് എക്സ് t ആണ്. ബാക്കി ഇവിടെ എന്തുണ്ട്? dx ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് ഇവിടെ ബാക്കിയുള്ളത്. dx ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. dx ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ പറഞ്ഞാൽ dt ആണ് കേട്ടോ. ഇന്റഗ്രൽ t dt എന്നായി ഇതിപ്പോ. ഇന്റഗ്രൽ t dt. dx ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ dt ആണ്. ബൈ dt ഒന്നുമല്ല കേട്ടോ, dt t dt. dt ഒരിക്കലും താഴെ വരില്ല കേട്ടോ, dt മുകളിലേ വരാമുള്ളൂ. ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാമുള്ളൂ. dt മുകളിൽ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യണം. t dt. ഇന്റഗ്രൽ ഓഫ് t dt എന്താ ലിമോനെ? ഇന്റഗ്രൽ ഓഫ് t dt integral of t dt. Integral of t dt. എന്താ സുഹൈലെ integral of t dt?
സൈൻ ഇൻവേഴ്സ് അത് ഇന്റഗ്രൽ ഓഫ് ടി ഡി ടി. എൽവിനെ പറടാ. ഇന്റഗ്രൽ ഓഫ് ടി ഡി ടി. എടാവേ ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്താന്നാ? ടി ഡി ടി എന്ന് പറഞ്ഞാൽ എക്സ് ഡി എക്സ്. ടി ഡി ടി എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ടിയുടെ എക്സ് ഡി എക്സ് എന്താന്ന് നോക്കുക. അണ്ട എക്സിന് പകരം ടി കൊടുത്താൽ മതി. എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രല് ഹാഫ് എക്സ്. ഹാഫ് എക്സ് അല്ലടാ, നിന്റെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹാഫ് എക്സ് അല്ല. ഒരു ഉത്തരം പറ, ഒറ്റ ഉത്തരം. ഹാഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ബൈ 2. എക്സ് സ്ക്വയർ ബൈ 2. അങ്ങനെയാണ് ഇന്റഗ്രൽ ഓഫ് ടി ഡി ടിയോ? ഹാഫ് ടി സ്ക്വയർ. ടി സ്ക്വയർ ബൈ 2. ടി സ്ക്വയർ ബൈ 2 എന്ന് വരും. ടി സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ടി സ്ക്വയർ. ഇവിടെ ടി എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ക്വയർ പ്ലസ് സി. ഹാഫ് സൈൻ ഇൻവേഴ്സ് എക്സ് സ്ക്വയർ പ്ലസ് സി ആണ് ആൻസർ കേട്ടോ. വളരെ എളുപ്പം, പെട്ടെന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് ബേസിക് റിസൾട്ടുകൾ ഒന്നും ഇപ്പോഴും അറിയാൻ പാടില്ല. അടുത്ത അഞ്ചാമത്തെ ടൈപ്പ് ഇന്റഗ്രൽ ഓഫ് the form integral f dash x by root f of x dx. Integral f dash x by root f of x dx. ഇന്ന് പറഞ്ഞു തന്നെ പിള്ളേരെ, ഇതിനകത്ത് ഏതിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? ജെസിയ പറഞ്ഞു. ജെസിയ കംപ്ലീറ്റ് ചെയ്തോ. ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? കേട്ടോളെ. ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് ഡി ടി ശരി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ടി ബൈ ടി അല്ലല്ലോ, റൂട്ട് ടി അല്ലേ? ഡി ടി ബൈ റൂട്ട് ടി എന്ന് വരും കേട്ടോ. ഡി ടി ബൈ റൂട്ട് ടി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്താ ഇതിന്റെ ഇന്റഗ്രല്? ഡി ടി ബൈ റൂട്ട് ടിയുടെ ഇന്റഗ്രല് ഫോർമുലയായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഡി ടി ബൈ റൂട്ട് ടി മറിച്ച്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ്റ്റ് ഹാഫ് ആണ്. മുകളിലേക്ക് വരുമ്പോൾ ടി റേസ്റ്റ് മൈനസ് ഹാഫ്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്താലും മതി. കണ്ടോ ജസിയ? പറഞ്ഞോ. ഇല്ല, എക്സ് ഒക്കെ എവിടെ നിന്നാണ്? അല്ല, ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണേ? റൂട്ടിനെ എങ്ങനെയാക്കും ജെസിയ? ഞാൻ ഇവിടെ എനിക്ക് ചെയ്യാം. ഇന്റഗ്രൽ റൂട്ട് ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി റേസ്റ്റ് 1/2 മുകളിലേക്ക് വരുമ്പോഴോ
T raised to minus 1 by 2. And the integral of T raised to minus 1 by 2? T raised to minus 3 by 2. അതെങ്ങനെ കിട്ടേ? ഞാൻ ഡെറിവേറ്റീവ് അല്ല ചോദിക്കുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? എക്സ് റേസ് ടു ന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് റേസ് ടു ന്റെ ഇന്റഗ്രൽ X raised to n plus 1 by n plus 1. അപ്പൊ എത്ര വരും ഇവിടെ? 1 T raised to 1 by 2. T raised to 1 by 2 നേരത്തെ കുറയ്ക്കുകയോ ചെയ്തത്? അത് കുറയ്ക്കേണ്ടടുത്ത് കുറയ്ക്കണം. ഡിഫറൻസിയേഷൻ കാണുമ്പോൾ കുറയ്ക്കണം, ഇന്റഗ്രേഷൻ കാണുമ്പോൾ കൂട്ടണം, അല്ലെങ്കിൽ മാറിപ്പോകട്ടോ. അങ്ങോട്ടും കൂടെ മാറിപ്പോയിട്ട് ഒരു കാര്യമില്ല. T raised to ഹാഫ് ബൈ ഹാഫ് എന്ന് വരും. ഈ ഹാഫിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2T raised to half, അതായത് 2 root T എന്ന് വരും. 2 root T പ്ലസ് ഈ റിസൾട്ട് ഞാൻ തന്നിട്ടില്ലേ നോക്കി. ഈ റിസൾട്ട് തന്നിട്ടുണ്ട്. 2 root x പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. This is equal to 2 root T എന്ന് പറഞ്ഞാൽ f of x ആണ്. പിന്നെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ള റിസൾട്ട് ആണ് കേട്ടോ. എഴുതി വെച്ചോളുക, താഴെ ബോക്സിലാക്കണം. ഇന്റഗ്രൽ ഓഫ് f dash x, ഇന്റഗ്രൽ ഓഫ് f dash x ബൈ f of x ന്റെ റൂട്ട് dx equal to 2 root f of x plus c. Integral of f dash x by integral of f dash x by root f of x dx equal to 2 root f of x plus c. ഇതിനോട് സാമ്യമുള്ള ഒരു റിസൾട്ട് ഇന്ന് പഠിച്ചായിരുന്നു. ഇതിനോട് സാമ്യമുള്ള ഒരു റിസൾട്ട് ഇന്ന് പഠിച്ചിട്ടുണ്ട്. എന്താ അത്? ഇതിനോട് സാമ്യമുള്ള ഏകദേശം ഇതുപോലെ വരുന്ന ഒരു റിസൾട്ട് ഇന്ന് പഠിച്ചായിരുന്നു. എന്താ അസ്ലമേ? ഇതിനോട് സാമ്യമുള്ളതോ? സാമ്യം, ഇതിനോട് സാമ്യമുള്ള ഇതുപോലത്തെ റിസൾട്ട് ഞാൻ തന്നിട്ടുണ്ട്. വേറെ ഇന്നല്ലെങ്കിൽ ഇന്നലെ തീർന്നപ്പോ. f dash integral f dash x f of x integral f dash x f of x dx equal to log f of modulus of f of x plus c. ശരി, നീ പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ടായിരുന്നു. ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് നല്ലോടാ. എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്. അത് പറയണമെന്നേ. ഇന്റഗ്രൽ ഓഫ് എഴുതണ്ട കേട്ടോ പിള്ളേരെ, എഴുതണ്ട, ഞാൻ വിളിച്ചുമ്പോ എഴുതാം. ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ്. ഇതൊക്കെ നമ്മൾ കാണാപ്പാടം പഠിച്ചു വെക്കണം കേട്ടോ. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആൻസർ എഴുതാനുള്ളതാ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനത്തേക്ക് മാറും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആ സ്റ്റൈലിലേക്ക് മാറും. അപ്പൊ നിങ്ങളും ഒപ്പം മാറണം. ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്, അതായത് താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ആൻസർ ലോഗ് ആണ്. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്. ഇപ്പൊ പഠിച്ച റിസൾട്ടിനകത്ത് ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഈ താഴെ ഒരു റൂട്ടോടെയും വന്നു. ഈ താഴത്തേന്റെ ഡെറിവേറ്റീവ് തന്നെയാണ് മുകളില് കേട്ടോ. ഡിനോമിനേറ്ററിന്റെ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് മുകളിൽ. ഇവിടെ അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് താഴെയുണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ. വ്യത്യാസം താഴെ ഒരു റൂട്ടോടെയും വന്നു എന്നുള്ളതാണ്. ആ റൂട്ട് വരുവാണെങ്കിൽ ആൻസർ 2 റൂട്ട് എഫ് ഓഫ് എക്സ്. റൂട്ട് ഇല്ലെങ്കിൽ ലോഗ് എഫ് ഓഫ് എക്സ്. റൂട്ട് ഉണ്ടെങ്കിൽ 2 റൂട്ട് എഫ് ഓഫ് എക്സ് കേട്ടോ. ഞാൻ പറഞ്ഞു കുറച്ചിനും കഴിഞ്ഞ് വലിയ പ്രോബ്ലം വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒറ്റയടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു എക്സാമ്പിൾ എഴുതിക്കോ. തന്നേക്കുന്ന ക്വസ്റ്റിന്റെ എക്സാമ്പിൾ എഴുതുക. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓഫ് cos x by
root sin x dx. Cos x by root sin x dx. എങ്ങനെ ചെയ്യാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യാം. തൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചേ. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാട്ടോ. ഇത് ഒറ്റ സ്റ്റെപ്പില് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ഞാൻ ചെയ്ത് കാണിക്കാം. എങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ തന്നെ? ആ താഴെ തന്നിരിക്കുന്ന സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ കിടക്കണ കോസ് എക്സ് ആണോ? സൈൻ എക്സിന്റെ താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നതെങ്കിൽ താഴെ ഒരു റൂട്ടോടെ ഉണ്ട് കേട്ടോ. താഴെ ഒരു റൂട്ടോടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ 2 റൂട്ട് സൈൻ എക്സ് പ്ലസ് സി എന്നാണ്. മനസ്സിലായോ? സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് എഴുതിയാൽ മതി. ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞെന്നുള്ളൂ. താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. താഴെ റൂട്ട് ഉണ്ട്. അപ്പോൾ 2 റൂട്ട് എഫ് ഓഫ് എക്സ് ആണ് ആൻസർ. ഈ താഴെ റൂട്ട് ഇല്ലായിരുന്നെങ്കിലോ ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്തേക്കണേ ഓൾറെഡി. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇന്റഗ്രൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ഡി എക്സ് എന്നായിരുന്നെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? താഴെ റൂട്ടില്ല. താഴെ റൂട്ടില്ലെങ്കിൽ ഇതിന്റെ ആൻസർ എന്തുവരും? വളരെ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? താഴെ റൂട്ടില്ലെങ്കിൽ താഴത്തെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ കിടക്കണത്? താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ എന്താ ആൻസർ? എന്താ അതിലെ? ലോഗ് മോഡ് ലോഗ് മോഡ് സൈൻ എക്സ് അത്ര ഉള്ളൂന്നേ. ലോഗ് മോഡ് സൈൻ എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇത് തന്നെ കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇതിലേക്ക് എത്താം. നമുക്ക് അത്രത്തിന്റെ ആവശ്യമില്ല. അതെ, താഴെ കിടക്കണ സൈൻ എക്സ്, ഈ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് മോഡിൽ വന്നേക്കണത്. അപ്പൊ ഇതിന്റെ ആൻസർ ലോഗ് മോഡ് സൈൻ എക്സ് ആണ്. ഇനി താഴെ ആ റൂട്ടോടെ വന്നാൽ ആൻസർ 2 റൂട്ട് സൈൻ എക്സ് ആണ്. 2 റൂട്ട് സൈൻ എക്സ് ആണ്. ഇതൊന്നും ഇനി പറയില്ല കേട്ടോ. ഈ കാര്യങ്ങളൊന്നും ഇനി പറഞ്ഞോണ്ടിരിക്കില്ല കേട്ടോ. എപ്പോഴും നമുക്കത് പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്തോ, തൽക്കാലം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം. ഞാൻ ഈ ഒറ്റ സ്റ്റെപ്പ് വേണ്ട, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് തൽക്കാലം ചെയ്യാം. ഈ 2 റൂട്ട് സൈൻ എക്സ് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പറഞ്ഞേ, ഇവിടെ എന്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ put t equal to എന്താ ചന്ദന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ? t equal to sin x dt by dx derivative of sin x ചന്ദ്ര പെട്ടെന്ന് പറ. cos x. അപ്പോൾ dt equal to cos x dx. cos x dx dt by root t. cos x dx ന് dt എന്ന് കൊടുത്തു, sin x ന് t എന്ന് കൊടുത്തു, root t. This is integral of root t എന്ന് പറഞ്ഞാൽ t raised half ആണ്. മുകളിലേക്ക് വരുമ്പോൾ t raised minus half ആവും. t raised minus half ന്റെ ഇന്റഗ്രൽ t raised minus half plus 1, t raised half by half plus c. 2 t raised half plus c now. This is equal to 2. t എന്തായിരുന്നു? sin x. sin x raised half എന്ന് പറഞ്ഞാൽ root sin x. 2 root sin x plus c. t raised half എന്ന് പറഞ്ഞാൽ root t ആണ് കേട്ടോ. t raised half root t. t sin x ആണ് root sin x. ഇതാണ് ഞാൻ ഒറ്റയടിക്ക് എഴുതാന്ന് പറഞ്ഞേ. ഞാൻ ആദ്യം എഴുതി കാണിച്ചില്ലായിരുന്നോ? ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇല്ലാതെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഒറ്റ സ്റ്റെപ്പിൽ ആൻസറിലേക്ക് എത്താം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. നിങ്ങൾ നിനക്ക് ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ പിള്ളേരെ. ഇന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ മറന്നുപോകും.
അത് നാളെ കാണുമ്പോൾ നമുക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല. സാർ ആ ആദ്യം ഷോർട്ട് സ്റ്റെപ്പ് ചെയ്തില്ലേ? ആ ഒന്നും കൂടി ഒന്ന് പറഞ്ഞാമോ? എടാ ഒന്നുമില്ലടാ, ഷോർട്ട് സ്റ്റെപ്പ് ചെയ്ത് ഒന്നും പറഞ്ഞു തരാനില്ല, ആൻസർ എഴുതാന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇതല്ലേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് എഴുതി കഴിഞ്ഞോ എല്ലാരും? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്റഗ്രൽ ഓഫ്, ഒന്ന് പറഞ്ഞോക്കളെ, cos x ബൈ റൂട്ട് സൈൻ എക്സ് ഡി എക്സ് അല്ലെ? നമ്മളിപ്പോ പഠിച്ചേക്കുന്ന ഫോർമുല ഇതാണ്. നമ്മളിപ്പോ പഠിച്ച ഫോർമുല ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇതിന്റെ ആൻസർ 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണ്. അതായത് താഴത്തിന്റെ ഡെറിവേറ്റീവ്, ഈ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം മുകളിൽ വന്നേക്കണത്. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം മുകളിൽ കിടക്കുന്ന എഫ് ഡാഷ് എക്സ്. അങ്ങനെയാണെങ്കിൽ ആൻസർ 2 റൂട്ട് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ നോക്കി, ഈ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ മുകളിൽ കിടക്കുന്ന കോസ് എക്സ്. അപ്പൊ ഈ ഫോർമുലയുടെ സ്റ്റൈലിലാണ് വന്നേക്കണത്. ഈ ഫോർമുലയുടെ സ്റ്റൈലാണെങ്കിൽ ആൻസർ എന്താണ്? 2 ഇൻറ്റു ഡിനോമിനേറ്റർ, അതായത് റൂട്ട് എഫ് ഓഫ് എക്സ്. റൂട്ട് എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ റൂട്ട് സൈൻ എക്സ്, 2 റൂട്ട് സൈൻ എക്സ് ആണ് ആൻസർ, പ്ലസ് സി, 2 റൂട്ട് സൈൻ എക്സ് പ്ലസ് സി. ചോദിച്ചോ? മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോ. മനസ്സിലായി. ഇനി താഴെ റൂട്ടിലായിരുന്നെങ്കിൽ ലോഗ് മോഡ് സൈൻ എക്സ് ആണ് അതിന്റെ ആൻസർ. അപ്പൊ താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ലോഗ് മോഡ് സൈൻ എക്സ് ആയിരിക്കും. റൂട്ടോടെ വരുവാണെങ്കിൽ 2 റൂട്ട് എഫ് ഓഫ് എക്സ് ആയിരിക്കും. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി അവസാനത്തെ ടൈപ്പ് കേട്ടോ, ലാസ്റ്റ് ടൈപ്പ്, ആറാമത്തത്. നിങ്ങൾക്ക് പറയാൻ പറ്റും ഇന്റഗ്രൽസ് ഓഫ് ദി ഫോം ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് റേസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് റേസ് ടു എൻ എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഇങ്ങനെ കിട്ടിയാൽ എന്ത് കൊടുക്കണം പിള്ളേരെ? ടി ഈക്വൽ ടു എന്താ ബേസിലെ ടി കൊടുക്കണ്ടേ? എന്തിനാ ടി കൊടുക്കണ്ടേ? വേണ്ട, എഫ് ഓഫ് എക്സിന്. എഫ് ഓഫ് എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇല്ല. എഫ് ഓഫ് എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എന്ന് വരും, അതിവിടെ ഇല്ല. എഫ് ഓഫ് എക്സ് മാത്രം മതി. ഡി ടി ബൈ ഡി എക്സ് മനസ്സിലെ? എഫ് ഡാഷ് എക്സ്. അപ്പൊ ഡി ടി എഫ് ഡാഷ് എക്സ് ഡി എക്സ്. അപ്പൊ ഇതിവിടെ കൊടുത്താൽ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ടി, ടി റേസ് ടു എൻ, എഫ് ഓഫ് എക്സിന് ടി, ടി റേസ് ടു എൻ, എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഡി ടി. എന്താ ബേസിൽ ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു എൻ? ടി റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. കഴിഞ്ഞു, ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഈ ടിക്ക് പകരം ഇനി എഫ് ഓഫ് എക്സ് കൊടുത്താൽ മതി. അപ്പോൾ എഫ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി എന്ന് വരും. എല്ലാ ടൈപ്പ് കേട്ടോ. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്യണം. എക്സാമ്പിൾ ചെയ്തതിന് സമയമില്ലാത്തതുകൊണ്ട് എക്സാമ്പിൾ ഞാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റുന്നു. ഇത്രയും ടൈപ്പാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അടുത്ത എക്സസൈസ് കേട്ടോ. ഈ ഇതിന്റെ ഒരു എക്സാമ്പിളോടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത എക്സസൈസിലേക്ക് കിടക്കും. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളുക. കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമാകുമ്പോൾ മൊത്തം ഇങ്ങനെ എന്താ പറഞ്ഞേ, ആദ്യമായി കഴിയുമ്പോൾ മൊത്തം ഇങ്ങനെ ഒരു വ്യക്തത ഇല്ലാണ്ടായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ കിടക്കുന്നത്. അതിന്റെ വ്യക്തത വരുത്തുക എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. എനിക്ക് ഇത്രയും പറഞ്ഞു തരാനുള്ളൂ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യക്തത കിട്ടിക്കോളും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, സർ പറയടാ. നമ്മൾ അപ്പൊ ശരിക്കും ഇത് ചെയ്യണം എങ്ങനെയാ? ഡയറക്റ്റ് മറ്റേ ഇത് ഇക്വേഷൻ ചെയ്യണം, അതങ്ങനെ പുട്ട് ടി കെട്ടു എന്ന് പറഞ്ഞാണ് ചെയ്യണം? നമുക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് എഴുതാം. അറിയാമെങ്കിൽ ഡയറക്റ്റ് എഴുതാം.
അറിയാമെങ്കിൽ ഡയറക്റ്റ് എഴുതാം. നമുക്ക് എങ്ങനെയെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അറിയാമെങ്കിൽ ഡയറക്റ്റ് എഴുതാം, ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യുക കേട്ടോ. ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ചെയ്ത അവസാനം റൂട്ട് സൈൻ എക്സ് ഡയറക്റ്റ് എഴുതാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് മനസ്സിലായില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യുക, അത്രേ ഉള്ളൂ.